ലൈംഗിക പീഡന പരാതിയിൽ പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിട്ടും പാലക്കാട് യു.ഡി.എഫ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് നഗരസഭയിൽപ്പെട്ട ശേഖരിപുരം വാർഡിലാണ് രാഹുൽ പ്രചരണത്തിന് എത്തിയത്. സച്ചിൻ വള്ളിക്കാട് ചേരുകയാണ് വിശദാംശങ്ങളുമായി. സച്ചിൻ, നമ്മൾ ഇന്ന് കേട്ടതാണ് രാഹുലിനെതിരെ കൂടുതൽ നടപടിക്കില്ല എന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. അതിന് തൊട്ടുപുറകെയാണ് ഇപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സജീവമാകുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ നമ്മൾ കാണുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് രാഹുലിനെ കോൺഗ്രസ് നേതൃത്വം എത്രത്തോളം അംഗീകരിക്കുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയല്ലേ? തീർച്ചയായും സിന്ധൂരി, അത് തന്നെയാണ്. കാരണം പാലക്കാട് നഗരസഭയിലെ ശേഖരിപുരം വാർഡിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉയർന്ന സാഹചര്യത്തിൽ വീണ്ടും പ്രചരണത്തിൽ സജീവമായിരിക്കുന്നത്. ശേഖരിപുരം വാർഡിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ലിജിക്ക് വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പസമയം മുൻപ് പ്രചരണത്തിനിറങ്ങിയത്. ഇന്നലെ ഉച്ചയോടുകൂടെ വന്ന ശബ്ദ സന്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചരണ പരിപാടികളിൽ നിന്നും മാറി നിന്നിരുന്നു. തുടർന്നാണ് ഇന്ന് വൈകിട്ടോടുകൂടെ മുതിർന്ന നേതാക്കളെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചരണത്തിൽ സജീവമായിരിക്കുന്നത്. രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചരണത്തിനിറങ്ങിയാൽ അതിന് മറുപടി പറയേണ്ടത് പാലക്കാട് DCC നേതൃത്വമാണെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ നേതാക്കളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ദിവസം, അതായത് തെരഞ്ഞെടുപ്പ് ദിവസം 11-ാം തീയതി വരെ മണ്ഡലത്തിൽ സജീവമായി UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിൽ ഉണ്ടാവുമെന്ന കാര്യം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനാൽ തന്നെ നേതാക്കളെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് രാഹുൽ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് നാടിനെ നടുക്കിയ രീതിയിൽ ഒരു പെൺകുട്ടിയുടെ നിസ്സഹായ അവസ്ഥയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നത്. തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രാഹുലിനെതിരെ ഉയർന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ മുതിർന്ന നേതാക്കൾ, അതായത് പ്രതിപക്ഷ നേതാവ് അടക്കം രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. മറ്റു നേതാക്കൾ, അതായത് K മുരളീധരൻ അടക്കം രാഹുലിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പോലും അതൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചരണത്തിന് സജീവമായി വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുന്നത്. സിന്ധൂരി. ശരി സച്ചിൻ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു നേതൃത്വ സംരക്ഷണം ഉള്ളതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വീണ്ടും പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സജീവമായി കൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. സച്ചിൻ വള്ളിക്കാടാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.